നമസ്കാരം പ്രിയമുള്ളവരെ. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ 2000 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ പുതിയ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ഗ്യാരണ്ടിയാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പും വന്നു കഴിഞ്ഞു. വളരെ വൈകാതെ തന്നെ ഈ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും. 6 മാസത്തിനുള്ളിൽ തന്നെ ഗ്യാരണ്ടികളിൽ നിലവിൽ ശേഷിക്കുന്നത് നടപ്പിലാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. അത് ഒരുപാട് നീണ്ടു പോകില്ല എന്നും നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മുൻപ് ഉണ്ടായിരുന്ന പെൻഷൻ പദ്ധതികളിൽ നിലവിൽ അർഹതാ മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ മാനദണ്ഡങ്ങളിൽ പുതിയ ഭേദഗതി വരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് അർഹമായ ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള സൂചനയാണിത്. അതായത് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ, അതിലൊരു പക്ഷേ വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള എല്ലാ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇത് പ്രാബല്യത്തിൽ വരുത്തുക. ഇനി അത് മാത്രമല്ല, നിലവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില വീടുകളിൽ രോഗികൾക്ക് AC ആവശ്യമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൻ പ്രദേശങ്ങളിൽ, ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീട്ടിൽ AC ഉള്ളത് കാരണം ആനുകൂല്യത്തിന് വേണ്ടി, അതായത് പെൻഷൻ പദ്ധതിക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് AC ഉണ്ട് എന്ന കാരണത്താൽ ആനുകൂല്യം നിഷേധിക്കരുത് എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, പ്രത്യേക ഇളവുകളോടെ ഇത്തരം ഉപകരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ പെൻഷൻ പരിഷ്കരണ മാനദണ്ഡങ്ങളിൽ ചിലപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയേക്കും. ഇനി വീടിൻ്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ ഉള്ളവർക്കാണ് പ്രശ്നമുള്ളത്. നിലവിൽ അത്തരം നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, അതായത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിൽ വാഹനമുണ്ടെങ്കിൽ ആനുകൂല്യം മുൻപ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത് തുടരുന്നതിന് തന്നെയായിരിക്കും സാധ്യത. ഇനിയല്ല എങ്കിൽ നിലവിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സർക്കാർ വീണ്ടും അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്ര CC എഞ്ചിൻ കപ്പാസിറ്റിയിൽ താഴെയാണെങ്കിൽ ആനുകൂല്യം ലഭിക്കും എന്നൊരു രീതിയൊക്കെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഈ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഇത്തരം മാനദണ്ഡങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഓരോ വർഷങ്ങൾ കഴിയും തോറുമൊക്കെ അത് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഒരുപാട് അർഹതയുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല, ഇപ്പോൾ 2000 രൂപ വീതമാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുടങ്ങാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലും ധനസഹായം എത്തിച്ചേരുന്നുണ്ട്. ആനുകൂല്യം ലഭിക്കുന്നതിൽ കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിച്ച ശേഷമാണ് ബാക്കി തുക, അതായത് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര വിഹിതമായിട്ട് വാങ്ങുന്നവരുണ്ട്. അവർക്ക് ആ രീതിയിലും ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഞ്ചായത്തിൽ അറിയിക്കുക. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആധാർ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും ഗുണഭോക്താവ് അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ നിലവിൽ ബന്ധുക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് കൃത്യസമയത്ത് സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ, അതായത് ബയോമെട്രിക് മസ്റ്ററിങ്, വരുമാന രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇനി മറ്റ് സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കണം. ഇതെല്ലാം തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.